വീക്കിലി ടാസ്കില് നൂറൊക്കെ അക്ബർ ഒരു പണി കൊടുത്തിരിക്കുകയാണ്. വേറൊന്നുമല്ല, നൂറൊക്കെ എങ്ങനെയെങ്കിലും ഈ ടാസ്ക് തീർത്താലാണ് ഈ ഇമ്മ്യൂണിറ്റി പവർ നഷ്ടമാവാതിരിക്കും അല്ലെ. പക്ഷെ അക്ബർ ആണെങ്കിലോ, അക്ബർ കുറച്ച് ആളുകളും ചേർന്നിട്ട് ഈ ഒരു വീക്കിലി ടാസ്ക് കംപ്ലീറ്റ് ചെയ്യില്ല എന്ന് ശപഥം എടുക്കുന്നു. ഇതിപ്പോ എന്താണ്, നൂറൊക്കെ ഒരു പണിയായിട്ട് മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളുടെ അക്ബറിനോട് നൂറ പറയാണ് അപ്പാനി പോവാൻ കാരണം അക്ബർ ആണ് എന്ന് നൂറ പറയുന്നുണ്ട്. അപ്പോൾ അതിന്റെ കേസിൽ അക്ബർ ദേഷ്യപ്പെടുന്നുണ്ട്. പിന്നെ കിച്ചൺ വഴക്കാണ് ഇന്ന് ഫുള്ളും കൊണ്ടുപോയത്. എന്താണ് ഇന്ന് എപ്പിസോഡിൽ നടന്നത് നമുക്ക് സംസാരിക്കാം. എൻ്റെ പേര് ഷഹീർ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ബിഗ് ബോസ് ഡയറീസ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ വീക്കിൽ ടാസ്കിന്റെ കാര്യത്തിലേക്ക് പോകാം. അപ്പൊ ഇപ്പൊ ഇവർക്കൊരു ഇത് കിട്ടിയതെന്ന് വെച്ചാല് ഗോൾഡ് കോയിൻസ്, ബ്ലാക്ക് കോയിൻസ് ഉണ്ട്. ഇതില് ഗോൾഡ് കോയിൻസ് നിങ്ങൾ കൊടുത്ത് തീർത്തിട്ടില്ലെങ്കിൽ അടുത്ത ദിവസം ഈ ഗോൾഡ് കോയിൻ റദ്ദാക്കപ്പെടും. പക്ഷെ ബ്ലാക്ക് കോയിന് ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല, അങ്ങനെ പറഞ്ഞു. അപ്പൊ ഈ ബാക്കിയുള്ള ഗോൾഡ് കോയിൻസ് എന്താണ്, മറ്റേ സർക്കസിൽ ചെയ്ത ആൾക്കാർക്ക് കൊടുക്കുന്നു, നമ്മുടെ ന്യൂറ കൊടുക്കുന്നു. അപ്പോൾ ഈ കോയിൻസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കോയിൻസ് ആരുടെ കയ്യിലാണുള്ളത്, വർക്കേഴ്സില്ലേ, നമ്മുടെ ഫാക്ടറി വർക്കേഴ്സിന് ഈ പണിപ്പുരയിലേക്ക് ഫുഡിന്റെ റേഷൻ എടുക്കാൻ കഴിയത്തില്ല. പക്ഷേ സർക്കസിൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഗോൾഡ് കോയിൻ കയ്യിലുണ്ടെങ്കിൽ പണിപ്പുരയിൽ കയറാൻ പറ്റും. ഇതാണ് സംഭവം. പക്ഷേ ഇവർ മണ്ടന്മാരാണ്. ഇവർ ശരിക്കും പറഞ്ഞാല് ഈ വർക്കേഴ്സ് തന്നെ എന്താണ്, ഒരു കോയിൻ കൊടുത്താൽ അവർക്കുള്ള ഭക്ഷണം തന്നെയാണ് കിട്ടാൻ പോകുന്നതെന്ന് ചിന്തിക്കാതെ തന്നെ ഒന്നും കൊടുക്കുന്നില്ല. ചിലവർ വാശി പിടിച്ചിട്ട് കൊടുക്കുന്നില്ല. ഷാനവാസ് ഒന്നും കൊടുക്കുന്നില്ല. ആ പേരും പറഞ്ഞിട്ട് അനുമോളാണെങ്കിൽ പറയുന്നുണ്ട്, അയ്യോ എന്തൊരു മനസ്സാണ്, ആ ഷാനവാസ് കോയിൻ കൊടുത്തി നമുക്ക് തന്നെയല്ലേ ഭക്ഷണം കഴിക്കാനായിട്ട് കിട്ടുന്നത്, അപ്പൊ അതൊന്നും ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അനുമോള് പറയുന്നുണ്ട്. ഇന്നെന്താന്നുള്ള അനുമോള് നല്ല ക്ഷമ, അനുമോളിന്റെ കണ്ടന്റ് ഒക്കെ തീർന്നു തോന്നുന്നു. കാരണം ഇന്ന് ലാലയുടെ വഴക്ക് പറഞ്ഞ ശേഷം അനുമോളൊന്ന് ഒതുങ്ങിയെന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ എന്താ അനുമോള് എന്താണ് മതിയായി എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് അനുമോള്. വേറൊന്നുമല്ല, ഇപ്പോ നെവിൻ ഇന്ന് വന്നിട്ട് കുറെ ചൊറിഞ്ഞു ഇന്ന് അല്ലെ. കുറെ വെച്ചാല് നീ ഇവിടെ നിൽക്കാൻ യോഗ്യതയില്ല, നീ ഇവിടെ ജിസയിലാണ് ഏറ്റവും, ജിസയിലാണെങ്കിൽ എല്ലാവർക്കും ഭക്ഷണം നന്നായിട്ട് കൊടുക്കും, അനുമോളാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ കേട്ട് നിൽക്കേണ്ട. അത് സഹിക്കുന്നതിനൊരു പവർ എന്ന് ആലോചിച്ച് ക്ഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നെവിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ നടക്കുന്നു. അപ്പോഴാണ് നമ്മുടെ വീക്കിലി ടാസ്ക്, അതിന് മുന്നാണ് വീക്കിലി ടാസ്ക് കിടക്കുന്നത്. അതിൽ അക്ബറിനെ ഇവര് എന്താണ്, അക്ബർ സമ്മതിക്കുന്നില്ല. കാരണം അക്ബറിന് ഇന്നലെ ഗോൾഡ് കോയിൻ കൊടുക്കാത്തതുകൊണ്ട് അതിന്റെ ദേഷ്യം ഇരിപ്പുണ്ട്. അപ്പോൾ ആ ഒരു ദേഷ്യത്തില് അക്ബർ, അഭിലാഷ്, ഒനീല്, ഇപ്പോ ഞാൻ ഇന്ന് നോക്കുമ്പോ അക്ബറും ഒനീലും ഒരുമിച്ചിരുന്ന് ഇതായി. പപ്പാനി പോയപ്പോ ഒനീലാണല്ലോ ഇപ്പോ അക്ബറിന്റെ കൂടെ. ഇനി അക്ബറും ഒനീലൊക്കെ ആയിരിക്കും ഗ്രൂപ്പായിട്ട് മാറുന്നത്, നമുക്ക് അറിയില്ല. ഇന്നത്തെ ആ ഒരു ടാസ്കിലുള്ള ബേസിസിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അക്ബർ ആണെങ്കിൽ ഈ ഇതിലിപ്പോ നേതാവാണല്ലോ, മറ്റേ വർക്കേഴ്സിന്റെ നേതാവാണ്. അപ്പൊ അവർ പറയാണ്, ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ ഈ ജോലിയും ചെയ്യത്തില്ല, കാരണം ഞങ്ങൾക്ക് ഗോൾഡ് കോയിൻ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അക്ബർ ഒരു സമരം പോലെ അവിടെ ചെയ്യുകയാണ്. അപ്പോഴാണ് എന്താണ്, സാധനങ്ങൾ ഒരു മെഷീനുള്ളൂ, ഒരു മെഷീൻ വേറെ കമ്പനി കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് ഒറ്റ മെഷീൻ വെച്ച് ചെയ്യണം. അപ്പോ ഈ മെഷീൻ എടുക്കാതിരിക്കാൻ വേണ്ടിട്ട് ചില ആൾക്കാർ എടുക്കാതിരിക്കാൻ വേണ്ടിട്ട് അക്ബർ ഓടിപ്പോയി എടുക്കുന്നുണ്ട്. നൂറയാണെങ്കിൽ എടുക്കാനായി ശ്രമിക്കുന്നുണ്ട്. ഈ ഇങ്ങനെ പിടിച്ചു പറയാണ് അവിടെ, ശരിക്കും ഒരു പിടിച്ചു പറ നടക്കുന്നുണ്ട്. അക്ബറിന്റെ ഗെയിം കളിക്കുന്നുണ്ട്. പക്ഷെ നൂറക്ക് അത് പറ്റില്ല, കാരണം നൂറയുടെ ഇമ്മ്യൂണിറ്റി പവർ നഷ്ടമാവുമെന്നുള്ള ഒറ്റ ഒരു കാര്യം കൊണ്ടാണ് സഹിച്ച് ക്ഷമിച്ച് നിൽക്കുന്നത് നൂറ. അപ്പോൾ അക്ബർ ഇങ്ങനെ എടുത്തപ്പോൾ ഞാൻ ഇങ്ങനെ അയ്യോ മൂർച്ചയുള്ള സാധനങ്ങൾ. അപ്പോഴത്തേക്ക് ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്തു, എന്താണ്, മൂർച്ചയുള്ള സാധനങ്ങളെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇവർക്കൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വന്നിട്ട് ചെയ്യാം ഈ ഒരു ടാസ്ക്. പക്ഷേ അക്ബറിന്റെ ഒരു വെച്ചാൽ അക്ബറിന്റെ ഒരു കണ്ടന്റ് അവിടെ വീണു അല്ലേ. നിങ്ങൾ ശ്രദ്ധിച്ചു, അക്ബറിന്റെ ഒരു കണ്ടന്റ് അവിടെ വന്നു. അക്ബർ ഗെയിം റദ്ദാക്കിയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഗെയിം ചേഞ്ചർ പോലെയായിട്ടാണ് എനിക്ക് അക്ബറിന് നിന്ന് തോന്നിയത്. ഇതിന്റെ ഇടയ്ക്ക് ജിഷിൻ വന്നിട്ട്, ജിഷിൻ സമ്മതിക്കുന്നില്ല, ഇതെങ്ങനെയെങ്കിലും സാധനങ്ങള് മെഷീൻസ് എല്ലാം പിടിച്ചു മേടിക്കാൻ എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. ഇവർ വരാത്തതുകൊണ്ട് അഭിലാഷ്, ലക്ഷ്മി, മസ്താനി,
പിന്നെ അക്ബർ, അഭിലാഷ്, ഈ 5 പേര് ജോലി ചെയ്യുന്നില്ല. ബാക്കി ബിന്നി, ആദില, ജിഷിൻ ആണ് ജോലി ചെയ്യുന്നത്. 25 ചെരുപ്പുകളാണ് ഉണ്ടായി. ശരിക്കും 50 ഉണ്ടാക്കണമെങ്കിൽ 25 ചെയ്യേണ്ടത്. അപ്പൊ അതിൽ പരാജയപ്പെട്ടു. അതുകൊണ്ട് തന്നെ എന്താണ് നൂറ ഇതിൽ പോയി, രണ്ടാമത്തെ ടാസ്കിൽ പോയി. പക്ഷെ 3 ടാസ്ക് ഉണ്ടെന്നാണ് അറിഞ്ഞത്. 3 റൗണ്ട് ഉണ്ടെന്നാണ് അറിഞ്ഞത്. അതിൽ 2 ജയിക്കണം. ഇന്നലെ ഒരെണ്ണം ജയിച്ചല്ലോ, ഇനിയിപ്പോ ഇന്നൊരെണ്ണം ജയിക്കുമോ നോക്കണം, അറിയില്ല. നാളെയും ഇതുപോലെ അക്ബർ ഇതാക്കുകയാണെങ്കിൽ നൂറയുടെ ഇമ്മ്യൂണിറ്റി പവർ നഷ്ടമാകും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സർക്കസിന്റെ സംഭവങ്ങൾ വരെയാണ്. ഇപ്പോൾ ഇന്നത്തെ സർക്കസിൽ എന്ന് വെച്ചാൽ ഇന്നലെ ചെയ്ത ആൾക്കാരുടെ ഇപ്പോൾ നമ്മുടെ അനിമോൾ ആടായിരുന്നല്ലോ. അനിമോൾ ചെയ്യേണ്ടത് നായയുടെ ജോലിയാണ്, നായ ചെയ്യേണ്ടത് കുരങ്ങന്റെ ജോലി. അങ്ങനെ ഷഫിൾ ചെയ്ത് കൊടുത്തു. കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ എന്താണ് ഓരോരുത്തർക്ക് കോയിൻ കൊടുക്കുന്നത്. വർക്കേഴ്സ് സർക്കസിൽ ചെയ്യുന്ന മൃഗങ്ങൾക്ക് ടിപ്പായിട്ട് കോയിൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ രാത്രി ബിന്നിയും ജിസയും തമ്മിൽ ഇഷ്യൂ അടക്കുകയാണ്. കാരണം എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഫുഡ്, ഒരാൾക്ക് സ്പെഷ്യൽ ഫുഡ്, മറ്റൊരാൾക്ക് സാധാ ഫുഡ് എന്നുള്ള രീതിയിലുള്ള പ്രശ്നമാണ്. ഇതിൽ ജിസയിൽ ചപ്പാത്തി ഉണ്ടാക്കി പാനിലൊക്കെ വെക്കുമ്പോഴത്തേക്ക് പാൻ രണ്ടും എടുത്തുകൊണ്ട് ബിന്നി കൊണ്ടുപോയി. അപ്പം അതിന് മുന്നേ ബിന്നി പറഞ്ഞു എന്താണ് ഇവിടെ പ്രവീൺ പറഞ്ഞു എന്താണ് ഇവിടെ വെച്ചുണ്ടാക്കാൻ പറ്റത്തില്ല എന്ന്. അത് മാന്യമായിട്ട് പറഞ്ഞു പ്രവീണിന്റെ ഒരു എന്ന് വെച്ചാൽ പ്രവീൺ ആദ്യം പറഞ്ഞു, നിങ്ങൾക്ക് വഴക്കുണ്ടാക്കണത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കാൻ നിർത്തിയിട്ട് അപ്പുറത്തോട് വഴക്കുണ്ടാക്കുക. കാരണം കിച്ചണിൽ വഴക്കുണ്ടാക്കാൻ പറ്റില്ലെന്ന് പ്രവീൺ പറഞ്ഞു. കാരണം അവർക്ക് സമാധാനമായിട്ട് ഭക്ഷണം ഉണ്ടാക്കണമല്ലോ. അപ്പോൾ പ്രവീൺ അത് മാന്യമായിട്ട് ഇത് പറഞ്ഞു. എന്താണ് ഈ ഒരു കേസ്. അപ്പോൾ എന്താണ് അതിനുശേഷം രേന ഫാത്തിമ വന്നിട്ട് പറഞ്ഞു എന്താണ് നമ്മുടെ എല്ലാവർക്കും സ്പെഷ്യൽ ഫുഡൊന്നും ഇല്ല, ഇവിടെ ഓരോരുത്തർ എന്താ കഴിക്കണേ അത് കഴിച്ചാൽ മതി എന്നിട്ട് അവിടെ കുറച്ച് ഇഷ്യൂ ഉണ്ടാകുന്നു. പ്രവീണാണെങ്കിൽ ഭയങ്കരമായിട്ട് ഒച്ചുണ്ടാക്കുന്നുണ്ട്. രേണയ്ക്ക് ഒന്നും അറിയത്തില്ല. രേണ വെറുതെ കയറി വന്ന് ഇടപെട്ടാണ്, അനാവശ്യമായിട്ട് രേണ ഇടപെട്ടു. അത് പ്രവീൺ പറയുകയും ചെയ്തു, നിന്നോട് ഇവിടെ ആരും വിളിച്ചില്ലല്ലോ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ എനിക്കെന്ത് തോന്നി, പ്രവീൺ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. പക്ഷേ എന്താണ് ഫുള്ളും എനിക്കറിയില്ല. എന്താണ് നമ്മൾ ഇന്നിപ്പോ കുറച്ച് സംസാരിച്ചു ഇന്ന്, പക്ഷെ അത് എപ്പോഴും ആ ഒരു ഫയർ എപ്പോഴും വേണം. ഒരു പവർ അല്ലെങ്കിൽ ഫയർ എപ്പോഴും ഉണ്ടാവണം നമ്മൾ. അപ്പോൾ പ്രവീണിന് കുറച്ച് മുന്നേറി വരാൻ പറ്റും. പ്രവീണാണെങ്കിൽ മാക്സിമം ഇത് സോർട്ട് ഔട്ട് ചെയ്യാൻ നോക്കണം. കാരണം കിച്ചൺ ക്യാപ്റ്റൻ ആണല്ലോ. അപ്പോൾ അത് മാക്സിമം പ്രവീൺ സോർട്ട് ഔട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. പിന്നെ എന്താണ് പ്രവീൺ ഇതെല്ലാം കഴിഞ്ഞത്തേക്കും ഇങ്ങനെ ജിസയിൽ എങ്ങനെയൊക്കെയോ സാധനം ഉണ്ടാക്കി. ബിന്നി ആണെങ്കിൽ ബിന്നിക്ക് ബിന്നിക്കും പ്രവീണിനും കറിയില്ല. അപ്പോൾ പോയി പറയുന്നുണ്ട് കറിയില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ കുറച്ച് ആര്യനായിട്ട് കുറച്ച് പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. ആര്യൻ്റെ എന്താണ് കുറച്ച് ഇഷ്യൂ. ആര്യം പറഞ്ഞതേ എന്നാൽ എൻ്റെ ഉണ്ടെങ്കിൽ എടുത്തോണ്ട് പോയിക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയ രീതിയിൽ ദേഷ്യപ്പെട്ടു. പിന്നെ അനീഷും ആര്യനും തമ്മിലുള്ള ഒരു ഇഷ്യൂ ആണ് നടക്കുന്നത്. വേറെ ഒന്നുമല്ല, ആര്യൻ ഒരു പാത്രം കഴിച്ച പാത്രം അത് കഴുകിച്ചില്ല. അതെന്നുവെച്ചാൽ അവർ അങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നു, കഴിക്കുന്ന പാത്രം കഴുകണം എന്നുള്ളൊരു സംഭവം കൊണ്ടുവന്നു. അപ്പോൾ അത് ആരും ചെയ്യാത്തതുകൊണ്ട് അനീഷ് ഭയങ്കര ദേഷ്യപ്പെട്ടു. കഴുകിയിട്ടില്ല എന്ന് ഭയങ്കരമായിട്ട് വെച്ചിട്ടുണ്ടാക്കി പറഞ്ഞു. അത് ശരിക്കും ആര്യന്റെ പാത്രം തന്നെ, അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നമ്മൾ കണ്ടതാണല്ലോ. അപ്പൊ ആര്യം പറയുന്നുണ്ടായിരുന്നു, ആര്യം പറയുന്നു എന്റെ പാത്രമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് ആര്യന്റെ പാത്രം തന്നെയാണ്. അനീഷ് നല്ല രീതിയിൽ വെച്ചുണ്ടാക്കുന്നുണ്ട്. ഇതാണ് എപ്പിസോഡ് മെയിൻ ആയിട്ട് നടന്നത്. എനിക്ക് ഒന്നും തോന്നുന്നില്ല ഇത് എപ്പിസോഡ് കണ്ടത്. കാരണം വലിയ ഇതിൽ കണ്ടന്റ് ഒന്നും വരുന്നില്ല. ആകെ വീക്ക്ലി ടാസ്കിന്റെ ഒരു സംഭവത്തിലാണ് പോയത് സംഭവം. എനിക്ക് തോന്നുന്നു അപ്പാനി പോയതിനു ശേഷം വീട്ടിൽ കണ്ടന്റ് ഇല്ല. കാരണം അനിമോള് ചൊറിയാനോട് ഇപ്പൊ ആരുമില്ല. അതെ, അനിമോള് ചൊറിയാൻ ഇപ്പൊ ആരുമില്ല. ഇപ്പോ അക്ബർ ഉണ്ടായിരുന്ന അക്ബർ ആണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല അനിമോൾക്ക് ഇതേ അറിയില്ല. പിന്നെ അക്ബറും ഒനീലും ഒരു ഗ്രൂപ്പ് ആവുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്, അറിയില്ല. പനി പോയപ്പോ ഒനീല് കയറിയിട്ടുണ്ട്, നോക്കാം. പിന്നെ അക്ബറിന്റെ ഒരു ഗെയിം ചേഞ്ചിങ് ഇന്ന് നടന്നു. എന്നുവെച്ചാല് ആ ഒരു ചെരുപ്പ് ഉണ്ടായി കൊടുത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഇത് വന്നപ്പോ എനിക്ക് കൊള്ളാം, ഒരു അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. പക്ഷെ അക്ബറിന്റെ ഒരു ഇടയ്ക്കുള്ള സംസാരം കുറച്ച് ഓവറാവുന്നുണ്ട്. പിന്നെ ഇന്ന് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം അപ്പാനിയെ പറ്റി പറഞ്ഞതാണ്. കാരണം അപ്പാനി പോവാൻ കാരണം അക്ബറാണ് എന്ന് നൂറ പറഞ്ഞു. അത് മോശമാണ്. കാരണം അങ്ങനെ പറയണ്ടായിരുന്നു. ഇപ്പോൾ പോയ കണ്ടസ്റ്റന്റ് അത് അങ്ങനെ നിന്നോട്ടെ. ഇതേപോലെയാണ് അനിമോള് എന്താണ് പറഞ്ഞത്. അനിമോള് ഇതേപോലെ പറഞ്ഞു ഒരു പാവം പെണ്ണിനെ പോയത്. അപ്പൊ അന്ന് കുറെ പ്രശ്നമൊക്കെ ആയതാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം. പുറത്തു പോയ ആൾക്കാരെ പറ്റി ഒന്നും പറയാതിരിക്കുക എന്നാണ് എൻ്റെ പറയാനുള്ളത്. എപ്പിസോഡ് എനിക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. കാരണം ഭയങ്കര വീക്കായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞപ്പോൾ നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂ ഒക്കെ ആയിട്ട് വരാം. അതുവരെയും